ഇന്ത്യയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 10 സുരക്ഷാ ആപ്പുകളെ പറ്റി അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ഒറ്റയ്ക്കുള്ള യാത്രകൾ കൂടുതൽ സജീവമായ കാലഘട്ടമാണിത്. സോളോ ട്രിപ്പ് എന്ന ആശയം ഗംഭീരമാണെങ്കിലും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയുള്ള യാത്രകൾ അത്ര നല്ലതല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷാ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് മൈ സേഫ്റ്റി പിൻ എന്ന ആപ്പാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള മികച്ച ആപ്ലിക്കേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈ സേഫ്റ്റി പിൻ. ഇതിൽ GPS ലൊക്കേഷൻ ട്രാക്കിംഗ്, എമർജൻസി കോൺടാക്ട് നമ്പറുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി വിളിക്കാനുള്ള സൗകര്യം, അടുത്തുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എന്നിവയുണ്ട്. ഉപയോക്താക്കൾക്ക് 9 മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി സുരക്ഷിതമായ സ്ഥലങ്ങൾ വിലയിരുത്താനും ഫോട്ടോസും അഭിപ്രായങ്ങളും ഒക്കെ പോസ്റ്റ് ചെയ്യാനും ഈ ആപ്പിൽ സാധിക്കും. ഇത് മറ്റ് ഉപയോക്താക്കൾക്ക് സ്ഥലത്തിന്റെ സുരക്ഷാ സ്കോറുകൾ അനലൈസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പല ഭാഷകളിൽ ലഭ്യമാണ്. അടുത്തത് ബി സേഫ് എന്ന ആപ്ലിക്കേഷനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത സുരക്ഷാ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് ബി സേഫ്. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തുക്കൾക്കും രക്ഷകർത്താക്കൾക്കും നൽകാൻ സാധിക്കും. നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സന്ദേശങ്ങൾ രക്ഷകർത്താക്കൾക്ക് അയക്കാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഈ ആപ്പ് 125 രാജ്യങ്ങളിൽ ലഭ്യമാണ്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി പറയാൻ പോകുന്ന നിർഭയം ആപ്പ് മലയാളികൾക്ക് കുറച്ചുകൂടി പരിചിതമായിരിക്കും. കേരള പോലീസിന്റെ ഒരു സംരംഭമാണ് നിർഭയം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള ഒരു എമർജൻസി പോലീസ് ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് നിർഭയം തയ്യാറാക്കിയിരിക്കുന്നത്. അപകടകരമായ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതിലെ ഹെൽപ്പ് ബട്ടൺ 5 സെക്കൻഡ് നേരം അമർത്തിപ്പിടിക്കുന്നതിലൂടെ അടുത്തുള്ള പോലീസ് കൺട്രോൾ റൂമിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കാൻ സാധിക്കും. ഈ സന്ദേശം ലഭിച്ചാൽ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളെ സഹായിക്കാനായി എത്തും. നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലെ അലേർട്ടുകൾ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാനും സാധിക്കും. ഈ ആപ്ലിക്കേഷനിലെ ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിന് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വണ്ടർ സേഫ് ബീക്കൺ എന്ന ആപ്പും ഇക്കൂട്ടത്തിൽ പെടുന്നതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വണ്ടർ സേഫ്. ഇതിലെ ലൊക്കേഷൻ ബേസ്ഡ് മാപ്പ് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകും. ജെനി എന്ന പേരിൽ ഒരു പേഴ്സണൽ സേഫ്റ്റി ഓപ്ഷനും ഇതിലുണ്ട്. ഇതിലൂടെ സ്ഥലങ്ങൾ കണ്ടെത്താനും ഒഴിവാക്കേണ്ട സ്ഥലങ്ങളെ തിരിച്ചറിയാനും സാധിക്കും. അതുപോലെ അപകടം തോന്നുന്ന സാഹചര്യങ്ങളിൽ SOS പുഷ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് 3 എമർജൻസി കോൺടാക്റ്റുകളിലേക്ക് വിവരം നൽകാനും കഴിയും. മൈസിസ് എന്ന ആപ്ലിക്കേഷനും സുരക്ഷയ്ക്ക് ഗുണകരമാണ്. സഹായം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാവുന്ന ഒരു പേഴ്സണൽ സേഫ്റ്റി ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തുക്കളുമായി പങ്കിടാനും അപകടകരമായ സ്ഥലങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതമായ വഴികളിലൂടെ നടക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ അലാം മുഴക്കാനും എമർജൻസി സർവീസുകളെ വിളിക്കാനും സാധിക്കും. അക്രമത്തിന്റെ തെളിവുകൾ ഓഡിയോ ആയി റെക്കോർഡ് ചെയ്യാനും ചിത്രങ്ങൾ എടുക്കാനും സുരക്ഷിതമായി ക്ലൗഡിൽ സൂക്ഷിക്കാനും ഈ ആപ്പ് സഹായിക്കുന്നുണ്ട്. സ്വിച്ച് ആണ് മറ്റൊരു ആപ്ലിക്കേഷൻ. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫീച്ചറുകളുള്ള ഒരു പേഴ്സണൽ സേഫ്റ്റി ആപ്ലിക്കേഷനാണ് സ്വിച്ച്. വോയിസ് കമാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ക്ലിക്കിലൂടെയോ SOS അലേർട്ടുകൾ അയക്കാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യാജ കോളുകൾ വിൽക്കാനും സാധിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളുടെ SOS അലേർട്ട്, ലൈവ് ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള കോൺടാക്റ്റുകളിലേക്ക് അയക്കാൻ സാധിക്കും. സുരക്ഷിതമായിരിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ ലൊക്കേഷൻ പങ്കിടുന്നത് ഒഴിവാക്കാൻ കഴിയും. യുവർ സേഫ് ആണ് മറ്റൊരു സേഫ്റ്റി ആപ്പ്. കൈകൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും എമർജൻസി കോൺടാക്റ്റുകളിലേക്ക് വിവരം നൽകാനും അധികാരികളെ അറിയിക്കാനും സാധിക്കുന്ന ഒരു ഹാൻഡ്സ് ഫ്രീ സേഫ്റ്റി ആപ്ലിക്കേഷനാണ് യുവർ സേഫ്. അപകടത്തിന്റെ തീവ്രത അനുസരിച്ച് വ്യക്തിഗത സുരക്ഷാ വാക്കുകൾ ഉപയോഗിച്ച് സന്ദേശം അയക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ കാണാനും സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ എളുപ്പത്തിലുള്ള ഉപയോഗവും ഫീച്ചറും മൂലം നിരവധി ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഹിമ്മത്ത് പ്ലസ് എന്നൊരു ആപ്പ് കൂടിയുണ്ട്. ഡൽഹി പോലീസ് പുറത്തിറക്കിയ സൗജന്യ ആപ്ലിക്കേഷനാണ് ഹിമ്മത്ത് പ്ലസ്. അപകടം തോന്നുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് പോലീസ് കൺട്രോൾ റൂമിലേക്ക് SOS അലേർട്ടുകൾ അയക്കാൻ സാധിക്കും. ഇതിലൂടെ ലൊക്കേഷൻ, ഓഡിയോ, വീഡിയോ തുടങ്ങിയ വിവരങ്ങൾ ഡൽഹി പോലീസിന് ലഭിക്കുകയും ഉടൻ തന്നെ അടുത്തുള്ളവരെ സഹായത്തിനായി അയക്കുകയും ചെയ്യും. പുതിയ ഉപയോക്താക്കൾ OTP ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുകയും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ നൽകുകയും വേണം. ശക്തി ബട്ടൺ എന്നൊരു പോലീസ് ആപ്പും നിലവിലുണ്ട്. ഹിമാചൽ പ്രദേശ് പോലീസും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററും ചേർന്നാണ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം
ഉടനീളമുള്ള സ്ത്രീകൾക്ക് അപകടകരമായ സാഹചര്യങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഫോൺ കുലുക്കുകയോ എറിയുകയോ അല്ലെങ്കിൽ മെയിൻ സ്ക്രീനിലെ റെഡ് ശക്തി ബട്ടൺ അമർത്തുകയോ ചെയ്താൽ അലർട്ട് അയക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ 3 എമർജൻസി കോൺടാക്റ്റുകൾ ചേർക്കാൻ സാധിക്കും. നിങ്ങളുടെ GPS കോർഡിനേറ്റുകളോടൊപ്പം സന്ദേശം പോലീസ് കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യാൻ കഴിയും. ഉടൻ തന്നെ സഹായം ലഭിക്കും. ഈ ആപ്ലിക്കേഷനിലും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സൗകര്യമുണ്ട്. ഗാർഡിയൻസ് ഫ്രം ട്രൂകോളർ എന്നൊരു ആപ്പ് കൂടി സുരക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ഒറ്റയ്ക്ക് നടന്നു പോകാനും ആളുകളെ കണ്ടുമുട്ടാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഗാർഡിയൻസ് ആക്കാനും നിങ്ങളുടെ GPS ലൊക്കേഷൻ അവരുമായി പങ്കിടാനും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ അവരെ അറിയിക്കാനും ലൊക്കേഷൻ സ്ഥിരമായി പങ്കിടാനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഇവയെല്ലാം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യയിൽ ലഭ്യമായ ആപ്ലിക്കേഷനുകളാണ്. ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായ വ്യത്യസ്തമായ ഫീച്ചറുകളുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.